മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കരുണയ്ക്ക് കുഞ്ഞ് നഷ്ടമായെന്നുള്ള കാര്യം മുത്തശ്ശിക്കും പ്രതാപനും പറയാൻ പറ്റില്ലാത്തത് കൊണ്ട് ഡോക്ടറെ കൊണ്ട് തന്നെ പറയിപ്പിക്കുന്നു. അങ്ങനെ കരുണയുടെ കുഞ്ഞ് നഷ്ടമായെന്നുള്ള കാര്യം ഡോക്ടർ കരുണയോട് പറയുമ്പോൾ കരുണയാണെങ്കിൽ ഒരു ഭ്രാന്തിയെ പോലെ തന്നെ പെരുമാറുകയാണ്. പിന്നീട് ഡോക്ടർ ഈ കാര്യം വന്ന് മുത്തശ്ശിയോടും പ്രതാപനോടും ഉണ്ണിയോടുമായിട്ട് പറയുന്നുണ്ട്. ആ കുട്ടിക്ക് സമനില തെറ്റിയ ഒരവസ്ഥയിലാണ്, എത്രയും പെട്ടെന്ന് തന്നെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണിക്കണം, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം ഇനി ഒരിക്കലും നല്ല രീതിക്ക് മുന്നോട്ട് പോകില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന എല്ലാവർക്കുമാണെങ്കിൽ വളരെ ഷോക്കാകുകയാണ്. ഇനി എന്ത് ചെയ്യും, മോളെ പഴയ പടിയാക്കി തരണേ ഡോക്ടറെ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ ഡോക്ടറുടെ മുന്നിൽ കെഞ്ചുന്നുണ്ട്. പക്ഷെ ഡോക്ടർ പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണക്കാരൻ നിങ്ങളാണ്. നിങ്ങൾ ഈ കുട്ടിയുടെ കുഞ്ഞിനെ നശിപ്പിച്ചിട്ട് ഇപ്പോൾ ഇതെല്ലാം എന്നോട് പറഞ്ഞിട്ട് എന്താണ് കാര്യം, ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ആലോചിക്കണമായിരുന്നു എന്നെല്ലാം ഡോക്ടർ പറയുന്നുണ്ട്. പിന്നീട് കരുണയ്ക്ക് ഇനി ഒരിക്കലും ഒരു അമ്മയാകാൻ സാധിക്കില്ല ഡോക്ടറെ എന്നെല്ലാം പ്രതാപൻ ചോദിക്കുന്നുണ്ട്. ഡോക്ടർ പറയുന്നുണ്ട്, അതിന് സാധിക്കാതിരിക്കാനുള്ള കാരണങ്ങളുമൊന്നുമില്ല, എന്നാലും ഇത്രയും മാരകമായിട്ടുള്ള ഒരു വിഷം ഉള്ളിൽ ചെന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പരിശോധിച്ച് നോക്കുക തന്നെ വേണം. അതെല്ലാം ഇപ്പോൾ ചെയ്യേണ്ട, ആ കുട്ടിയുടെ മാനസിക നില നേരെയായതിനു ശേഷം മാത്രമേ അതിനെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ എന്നെല്ലാം ഡോക്ടർ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന മുത്തശ്ശിക്കാണെങ്കിൽ വളരെ സങ്കടമാകുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ പോയതിനു ശേഷം മുത്തശ്ശിയും പ്രതാപനുമാണെങ്കിൽ ഉണ്ണിയുടെ നേർക്ക് തിരിയുന്നുണ്ട്. നീ ഒറ്റ ഒരുത്തനാണ് ഇതിനെല്ലാം കാരണം എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ സംഭവങ്ങളാണിതെല്ലാം. എൻ്റെ കുഞ്ഞിനെ ഈ ഒരു അവസ്ഥയിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. എൻ്റെ കുഞ്ഞെന്നും സന്തോഷവതിയായിട്ട് തന്നെയായിരുന്നു ഇരുന്നത്. നിൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ് ഇങ്ങനെയുള്ള അനിഷ്ട സംഭവങ്ങളെല്ലാം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ വിലപിക്കുന്നുണ്ട്. മുത്തശ്ശിക്കാണെങ്കിലും തീരാത്ത ദേഷ്യം ഉണ്ണിയോടുണ്ട്. ഇതെല്ലാം കേൾക്കുന്ന ഉണ്ണിയാണെങ്കിൽ ഇവരോട് പ്രതികരിക്കുന്നുണ്ട്. ഇത്രയും നേരം ഞാൻ മിണ്ടാതിരുന്നത് എൻ്റെ മര്യാദ കൊണ്ട് മാത്രമാണ്. നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ പേരിൽ പഴിചാരുന്നത് എന്തിനാണ്, ഇതെല്ലാം കാട്ടിക്കൂട്ടിയത് നിങ്ങളല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് പ്രതാപനും മുത്തശ്ശിയും കൂടെ കരുണയെ കാണാൻ വേണ്ടി ICUലോട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ ഉറങ്ങുന്ന കരുണയെ പ്രതാപനാണെങ്കിൽ വിളിച്ചുണർത്തുന്നുണ്ട്. പ്രതാപനെയും മുത്തശ്ശിയും കണ്ടതോടു കൂടി കരുണയാണെങ്കിൽ വല്ലാതെ വയലൻ്റ് ആകുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ കുഞ്ഞിനെ കൊന്നു അല്ലേ, എനിക്കിനി അവളുടെ മുന്നിൽ ജയിക്കാൻ ഒരിക്കലും പറ്റില്ലല്ലോ, എന്നെ എല്ലാവരുടെയും മുന്നിൽ തോൽപ്പിച്ചില്ലേ നിങ്ങളെല്ലാവരും കൂടെ എന്നും പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ വല്ലാതെ കിടന്ന് അലറുന്നുണ്ട്. എനിക്ക് നിങ്ങളെ കാണണ്ട, എൻ്റെ മുന്നിൽ നിന്നും പോകുമെന്ന് പറഞ്ഞുകൊണ്ട് കരുണ കിടന്ന് അലറി വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും സിസ്റ്റർ വന്ന് ഇവരെ രണ്ടുപേരെയും കൂടെ പുറത്തോട്ടാക്കുന്നുണ്ട്. എന്നിട്ട് കരുണയാണെങ്കിൽ എൻ്റെ കുഞ്ഞ് പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാനസിക നില തെറ്റിയ ഒരു സ്ത്രീയെ പോലെ അലറി കരയുന്നുണ്ട്. പിന്നീട് മേഘനാണെങ്കിൽ സീമന്തിനോട് പറയുന്നുണ്ട്, കരുണയുടെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്നാണ് അറിയുന്നത്. ഇനി ഒരിക്കലും അമ്മയാകാൻ സാധിക്കുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. അവൾ എല്ലാ അർത്ഥത്തിലും ലക്ഷ്മിയുടെ മുന്നിൽ തോറ്റ് പോയതുകൊണ്ട് ഇനി ഒരിക്കലും ജീവിതത്തിലോട്ട് അവൾ തിരിച്ചു വരുമോ എന്നുള്ള കാര്യം തന്നെ സംശയമാണ്. അതുകൊണ്ട് എന്തും ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കും ഇനി അവൾക്ക് വന്നു കഴിയുമ്പോഴേക്കും ഉണ്ടാകുന്നതെന്നെല്ലാം പറയുന്നുണ്ട് മേഘൻ. അപ്പോൾ സീമന്തിനി പറയുന്നുണ്ട്, നിങ്ങളാരും വിചാരിക്കുന്ന പോലെ അവളൊരു സാധാരണ സ്ത്രീയല്ല എന്നും അച്ഛൻ പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതല്ലേ. അവളാണെങ്കിൽ ദൈവത്തിൻ്റെ അവതാരം തന്നെയാണെന്നാണ് ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവൾക്ക് എന്ത് ദ്രോഹം ചെയ്യാൻ ശ്രമിച്ചാലും അത് ചെയ്യുന്നവർക്ക് തന്നെ തിരിച്ചടിക്കുന്ന ഒരു ലക്ഷണമാണല്ലോ കണ്ടത്. അതുകൊണ്ടാണല്ലോ നിൻ്റെ അച്ഛൻ ഇങ്ങനെയെല്ലാം വന്ന് കിടക്കുന്നതെന്നെല്ലാം സീമന്തിനി പറയുന്നുണ്ട്. പിന്നീട് പ്രതാപനാണെങ്കിൽ വാമദേവനെ കാണാൻ വേണ്ടി അവിടെ വീട്ടിലോട്ട് വരുന്നുണ്ട്. എന്നിട്ട് വാമദേവനോടായിട്ട് പറയുന്നുണ്ട്, ആ മഹാലക്ഷ്മിയാണെങ്കിൽ നമ്മളാണ് കണ്ണൻ്റെ അച്ഛനെ കൊന്നെന്നുള്ള കാര്യം അവൾക്ക് ചെറിയൊരു സംശയമുണ്ട്. അവൾ എപ്പോഴും അത് മുൾമുനയിൽ വെച്ച് തന്നെയാണ് എന്നോട് സംസാരിക്കുന്നത്. ഇന്നും അവൾ അത് തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിനി അധികം താമസിയാണ്ട് തന്നെ അഴിയെണ്ണേണ്ട അവസ്ഥയാണെന്നെല്ലാം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും വാമദേവൻ പറയുന്നുണ്ട്, ഈ അവസ്ഥയിൽ ഞാൻ ഇനി ജയിലിലോട്ട് പോകണ ദൈവമേ എന്നൊക്കെ പറയുന്നുണ്ട് വാമദേവൻ. അപ്പോഴേക്കും പ്രതാപൻ പറയുന്നുണ്ട്, എന്താണെങ്കിലും നമുക്ക് കണ്ടറിയാം, അവൾ എന്നെ ഈ ഒരു കാരണം പറഞ്ഞാണ് എന്നെ ഇന്ന് ഭീഷണിപ്പെടുത്തിയതെന്നെല്ലാം പ്രതാപനും പറയുന്നുണ്ട്. പിന്നീട് അമ്പലത്തിലെത്തുന്ന മഹാലക്ഷ്മിയാണെങ്കിൽ അവിടെ വെച്ച് കാണുന്ന അമ്മയെ കാണുന്നുണ്ട്. അങ്ങനെ ആ അമ്മയാണെങ്കിൽ സന്തോഷത്തോടു കൂടി തന്നെ മഹാലക്ഷ്മിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. അങ്ങനെ മഹാലക്ഷ്മിക്കാണെങ്കിൽ അമ്മയെ കാണുമ്പോൾ വളരെ സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട്, എൻ്റെ അനിയത്തിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചു, എൻ്റെ അനിയത്തിയുടെ കുഞ്ഞ് നഷ്ടമായെന്നെല്ലാം പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, അതെല്ലാം അവരുടെ പ്രവൃത്തി ദോഷം കൊണ്ട് മാത്രം വന്നതാണ്. ആ കുട്ടിക്ക് ആ കുഞ്ഞ് വിധിച്ചിട്ടില്ല എന്ന് തന്നെ കരുതണം, അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിച്ചതെന്നെല്ലാം പറയുന്നുണ്ട്. മോൾ ഇനി എന്താണെങ്കിലും ഒരു കുഞ്ഞിനെ താലോലിക്കാൻ തയ്യാറായിരുന്നോളൂ, അതിനുള്ള സമയമെല്ലാം അടുത്ത് വന്നിരിക്കുന്നു എന്നല്ല അമ്മ പറയുന്നുണ്ട്.